ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉഴുന്ന് ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്ന് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒനിയന്, അതുപോലെ കൊറിയാണ്ടറിൻ്റെ ഇലയും കൂടിയിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും നമ്മുടെ ബോണ്ടയ്ക്ക്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വെള്ളം വളരെ കുറവ് ചേർത്തിട്ടാണ് നമ്മുടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ 3 ടേബിൾ സ്പൂണോളം ഒനിയന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂണ് ഷുഗർ, 1.5 ടേബിൾ സ്പൂണോളം വിനീഗർ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ തരം ബജിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഹോട്ടലിൽ പോയാൽ മസാല ദോശയുടെ കൂടെ കിട്ടില്ലേ ഒരു ചമ്മന്തി, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുപോലെ തട്ടുകടയിൽ നിന്ന് നമ്മൾ ബജിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. സിമ്പിളാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ദോശ, തട്ട് ദോശ, ഏത് തരം ദോശയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇനി നമുക്ക് ഉഴുന്ന് ബോണ്ട റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂട് വേണം. ഞാൻ മീഡിയം ഹീറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതാക്കി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി കേട്ടോ നമ്മുടെ കൈ. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്ന് ബോണ്ടയാണ് കേട്ടോ ഇത്. നമ്മൾ കോൺഫ്ലവർ ചേർത്ത കാരണം നല്ല ക്രിസ്പിയാണിത്. നല്ല ചൂട്ടോടെ ഈ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചമ്മന്തിക്ക് പകരം ചട്നിയൊക്കെ ഉണ്ടെങ്കിലും അതും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ചൂട്ടോടെ കഴിക്കാൻ. അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് കോരിയെടുത്ത് മാറ്റുകയാണ്. അതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. രാവിലെയോ വൈകിട്ടൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിൽ ഉഴുന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഉഴുന്ന് ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട്ടോടെ ചമ്മന്തിയിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റും എഴുതണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.